ഇറാൻ, ഇറാഖ്, ലബനൻ എന്നിവിടങ്ങളിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി യു എ പൗരന്മാർ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യരുത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. 3 രാജ്യങ്ങളിലുമുള്ള പൗരന്മാർ വേഗം തിരികെ വരണമെന്നും നിർദ്ദേശമുണ്ട്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും ചേരുകയാണ്. റഹീസ്, ഈ സംഘർഷ സാഹചര്യമൊക്കെ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഇത്തരം ചില മുന്നറിയിപ്പുകളൊക്കെ വരുന്നത്. ഇവിടെ ഇപ്പോൾ യു എയിലെ പൗരന്മാർക്ക് യാത്രാവിലക്ക് വരുന്നു. എന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങൾ? അജിത, ഹാഷ്മി, ഈ യാത്രാവിലക്ക് വന്നത് മാത്രമല്ല, അത് വന്ന സമയം കൂടി വളരെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഔദ്യോഗികമായിട്ട് ഈ വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെ ഒരു വിവരം അറിയിക്കുന്നത്. അതിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഈ സംഘർഷം താൽക്കാലികമായി അവസാനിച്ചതിന് ശേഷം UAE തങ്ങൾ കുറെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. അതിൽ പ്രധാനം UAE അപ്രതീക്ഷിതമായിട്ടാണ് സത്യത്തിൽ ഇറാനിൽ നിന്നും ഇത്ര വലിയ തോതിലൊരു ആക്രമണം നേരിട്ടത്. അത് തങ്ങൾ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്ര തീവ്രമായ ആക്രമണം ഇത്ര പെട്ടെന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് UAE നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് തന്നെ ഉറപ്പു പറഞ്ഞ് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. അപ്പോൾ അതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ ഇനി ഒരു സംഘർഷം പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ തങ്ങളെ പൗരന്മാരെ ഒരു തരത്തിലും അത് ബാധിക്കരുത് എന്നുകൂടി കണക്കിലെടുത്തിട്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം, ഒരു സർക്കുലർ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പുറത്തു വരുന്നത്. അതിൽ തന്നെ ഈ പൗരന്മാരാരും ഈ 3 രാജ്യങ്ങളിലേക്ക്, ഇറാൻ, ഇറാഖ്, ഒപ്പം തന്നെ ലബനൻ എന്നീ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തരുത്. ഒപ്പം തന്നെ അവിടെയുള്ള പൗരന്മാർ എത്രയും വേഗം തിരികെ വരണം. അത് ഏത് മാർഗമായാലും അത് തിരികെ വരണമെന്ന് അറിയിക്കുന്നു. ഏത് ഘട്ടത്തിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു സഹായം തേടാം. അതിനു വേണ്ടിയിട്ടുള്ള കുറെ നമ്പറുകളും മറ്റുമൊക്കെ നൽകിയിട്ടാണ് ആ സർക്കുലർ അവസാനിക്കുന്നത്. അതിൽ പ്രത്യക്ഷമായി ഏതെങ്കിലും തരത്തിലൊരു സൂചനയില്ല. പക്ഷെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു സുരക്ഷ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ അമേരിക്കയൊക്കെയും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു സൈനിക നടപടിയിലൂടെ ഈ സമ്പുഷ്ടീകരിച്ച ഇറാനിയം ഒക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ചർച്ചകൾ നീണ്ടുപോവുകയാണ്. യാതൊരു തരത്തിലും ഒരു അറുതിയില്ല. ഒരു അന്ത്യം കാണാതെ വരുന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുമ്പോൾ UAE പോലൊരു രാജ്യം സ്വാഭാവികമായിട്ടും അവിടുത്തെ പൗരന്മാരോട് മടങ്ങി വരണം, ഇവിടെയുള്ളവർ അങ്ങോട്ട് പോകരുത് എന്ന് പറയുമ്പോൾ അതൊരു അലാമിംഗ് സിറ്റുവേഷൻ ആണ്. അതൊരു സൂചന തന്നെയാണ് എന്നാണ് പലരും വീക്ഷിക്കുന്നത്. എന്തായാലും പരസ്യമായ ഒരു സംഘർഷത്തിലേക്ക് ഇനിയും പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അതിനൊപ്പം നിലവിലെ സാഹചര്യം അത്ര കണ്ട് ശുഭകരമല്ല എന്ന് കൂടി പറഞ്ഞു വെക്കാം. അസിത, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.